ഹായ് ഒരുവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് റാൻഡം ഫില്ലാണ്. എങ്ങനെ ഫോട്ടോഷോപ്പിൽ റാൻഡം ഫിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡയറി മിൽക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഡയറി മിൽക്ക് എന്ന് പറയുന്ന ഒരു പിക്ചർ, അതിൻ്റെ ഒരു പിക്ചർ ഓപ്പൺ ആക്കിയ ശേഷം എന്ത് ചെയ്യുന്നു, അതിനെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം. അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടണം. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ഫോക്കസ് ആയിരിക്കുന്ന ഭാഗം മാത്രമായിട്ട് സെലക്ഷൻ ആവുന്നതായിരിക്കും. അത് കറക്റ്റാണോ, എഡ്ജൊക്കെ നോക്കുക, കറക്റ്റാണോ അല്ലയോ എന്ന്. കറക്റ്റ് ആണെങ്കിൽ മാത്രം ഇവിടെ മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഫോക്കസായി കിട്ടും, അല്ലെങ്കിൽ ആ സെലക്ഷനായിട്ട് കിട്ടും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമ്മളതിനെ പാറ്റേൺ ആക്കി ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് വീണ്ടും സീംലെസ് ആയിട്ട് അല്ലെ റാൻഡമായിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത്. അതപ്പോൾ എങ്ങനെ ചെയ്യുന്നത്, ഞാൻ ക്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യുക. ഞാനിപ്പോൾ ക്രോപ്പ് ടൂൾ എടുക്കുന്നു, എന്നിട്ട് അത്രയും ഭാഗം മാത്രമായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. മാക്സിമം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. കൂടിപ്പോയാലും കുറഞ്ഞു പോകരുത്, അകത്തേക്ക് കയറി പോകരുത്. അതിനുശേഷം ചെക്ക് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എഡിറ്റ് ഡിഫൈൻ പാറ്റേൺ എന്നുള്ള രീതി എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കാം, ഡയറി മിൽക്ക് എന്നുള്ള രീതി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഫില്ല് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫയൽ ന്യൂ എടുത്ത ശേഷം ഒരു തംബ്നെയിലുള്ളതാണ്. അത് ഫിലിമാൻ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്താണ് ഞാൻ ഡയറി മിൽക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പുതിയ ലെയർ ഇടുകയാണ്. ലെയർ ഇട്ട ശേഷം എഡിറ്റ് ഫില്ല്, ഷിഫ്റ്റ് F5 കൊടുത്താലും മതിയാകും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കണ്ടൻറ്റ്, അത് പാറ്റേൺ ആണ്. വേറെ ഓപ്ഷനുകളും കിടക്കും. നമ്മളിപ്പോൾ പാറ്റേൺ മാത്രം നമ്മൾ നോക്കുന്നു. പാറ്റേൺ ആണോ എന്ന് നോക്കുക. കസ്റ്റം പാറ്റേൺ നമ്മൾ ചെയ്ത സാധനം ഡയറി മിൽക്ക് ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ കൊടുക്കരുത്, അതിന് മുമ്പ് വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രിപ്റ്റിനകത്ത് ചെക്ക് മാർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, റാൻഡം ഫില്ലാണോ എന്ന് അത് ഉറപ്പ് കൊടുക്കുക. അതുപോലെ നോർമൽ 100% ഇതൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഇത് നമ്മുടെ ഒരു പ്രിവ്യൂ മോഡാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന്, ഇത് ഈ ഒരു ഓപ്ഷനുകളിലൊക്കെ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയാണ് വരുന്നതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണ് ആ ഓപ്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര എണ്ണം വരും എന്നുള്ളതാണ്. ഇപ്പം 10 പിക്സൽസ് ഗ്യാപ്പിലോളം അത്ര എണ്ണം കൂടുതലായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വളരെ എണ്ണം കുറച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വേണ്ട ഇപ്പോൾ തൽക്കാലം, അതുകൊണ്ട് ഞാൻ 10 ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്കെയിൽ ഫാക്ടർ, ഇതിൻ്റെ വലിപ്പം എങ്ങനെ വേണമെന്നുള്ളതാണ്. എനിക്ക് കുറഞ്ഞും കൂടിയൊക്കെ വേണമെങ്കിൽ ആ കുറഞ്ഞതിൻ്റെ വലിപ്പം എത്ര വേണമെന്നുള്ള രീതിയിലാണ്. അത് കുറച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വലിപ്പം കുറഞ്ഞിട്ടുള്ളതും വരും. ഇത് വലിപ്പം എത്ര കൂടിയുള്ളത് വേണ്ട, മാക്സിമം സ്കെയിൽ വരേണ്ടത്. അപ്പോൾ വലിപ്പം കുറഞ്ഞും കൂടിയുള്ള രീതിയിൽ നമുക്ക് ആ പ്രിവ്യൂ കാണാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ട് വരണമെങ്കിൽ, തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക. 360 തിരിഞ്ഞും മറിഞ്ഞും വരും. അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറിയും തിരിഞ്ഞും വരണമെങ്കിൽ എന്ത് ചെയ്യുക, കളറിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അത് നമുക്കിവിടെ ആവശ്യമില്ല, നമുക്കിവിടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. വളരെ നേരിയ രീതിയിൽ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ, ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും നേരിയ രീതിയിൽ കൊടുത്തേക്കാണ്. അത് ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാൻ നേരം നമുക്ക് ഇതിൻ്റെ റാൻഡമായിട്ട് വരും. പക്ഷേ ഇതിനകത്ത് സൂമിനായിട്ടാണ്, അതായത് ഒരുപാടെണ്ണം നമുക്ക് അങ്ങനെ വിസിബിലിറ്റി ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഇത് കുറച്ചുകൂടെ ഒന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി വേറൊരു ട്രിക്ക് കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പുതിയ ലെയർ ഇട്ടിട്ട് സെയിം അതുപോലെ തന്നെ എഡിറ്റ് ഫില്ലിനകത്ത് പോയിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നേരം ഞാൻ എന്ത് ചെയ്യുന്നു, ഡെൻസിറ്റി, അതായത് നേരത്തെ നമ്മൾ കൂട്ടിയിട്ടിരിക്കുകയാണ്, അത് കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ സ്കെയിൽ ഫാക്ടർ അതിൻ്റെ പകുതി കൊടുക്കുക രണ്ടും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് ഭാഗം ഇത് മാത്രമേ വരത്തുള്ളൂ. ഇതിനകത്ത് എന്ത് ചെയ്യുക, ഷാഡോ കൊടുക്കുക. അപ്പോൾ ഒന്നിന് മേളിൽ ഒന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഷാഡോയുടെ ഒരു എഫക്റ്റ് വരാമെന്ന് നമുക്ക് അറിയാൻ പറ്റും. വളരെ കുറച്ച് കൊടുത്താൽ മതി, ഒരുപാട് കൊടുക്കണ്ട. എന്നിട്ട് ശേഷം എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ പുതിയ ലെയർ വീണ്ടും ഇടുന്നു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേ സിംബോൾ തന്നെ കുറച്ചുകൂടെ അപ്പോൾ ഇത് ബാക്കിയുള്ള ബ്ലാങ്ക് സ്പോട്ടിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് തന്നെ വീണ്ടും ഫില്ലാകും. അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനലി ഇങ്ങനെ കിട്ടുന്നതായിരിക്കും.